ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളാണെങ്കിൽ ഈ അടയാളങ്ങളും ഈ തെളിവുകളൊക്കെ കണ്ടെത്തി അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിക്കണം. അതിനെന്താ ഒരു തടസ്സം? അതന്നെ ബുദ്ധിയുടെ കുറവ്. അയ്യുക്കും അഹ്സനു അഖ്ലൻ, നല്ല ബുദ്ധിയുള്ളവരാരാ നോക്കാൻ വേണ്ടി. നല്ല ബുദ്ധിയുള്ള ആളുകൾ അവർ ഈ ഭൗതിക ലോകത്തെ സുഖത്തിൽ മാത്രം കണ്ണും നട്ട് അഭിരമിക്കുകയില്ല. കാരണം ഈ ജീവിതം നശ്വരമാണ് എന്നറിയാത്ത ആരും ഇവിടെ അല്ല. അതിന് മുസ്ലിമാകണമെന്നില്ല. എല്ലാവരും പറയുന്നു, എല്ലാവരും വിശ്വസിക്കുന്നു, ദുനിയാവിലെ ജീവിതം അത് അവസാനിക്കുന്ന ജീവിതമാണ്. ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ എന്ന് പറയുന്നവരും ജീവിതം ഇവിടെ അവസാനിക്കുന്നുണ്ട് എന്ന് തന്നെ അവരും പറയുന്നു. ചിലരങ്ങനെ പറയുന്നു, ജീവിതം എന്ന് പറഞ്ഞാൽ ദുനിയാവിലേ ഉള്ളൂ, പിന്നൊരു ജീവിതമൊന്നും വേറെ വരാനില്ല. അവരും ഇവിടുത്തെ ജീവിതം അവസാനം കുറിക്കുന്ന ജീവിതമാണെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് നല്ല ബുദ്ധിമാനാണെങ്കിൽ ഇവിടത്തെ ഈ ചെറിയ ജീവിതത്തിൽ നിന്ന് പാരത്രിക ലോകത്തേക്ക് എന്ത് ഞാൻ സമ്പാദിച്ചു എന്ന് ചിന്തിക്കും. നല്ല ബുദ്ധിയുള്ളവർ അവരെ കണ്ട ഒരു പക്ഷേ നമുക്ക് തോന്നും അവര് പൊട്ടന്മാരാണ്. യുഖലാഉൽ മജാനീൻ എന്നൊരു കിതാബുണ്ട്. യുഖലാഉൽ മജാനീൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെന്ന. നമ്മുടെ ദൃഷ്ടിയിൽ അവര് മജ്നൂനാണ്. പക്ഷേ വഹും ഇൻദല്ലാഹി യുഖലാ, അള്ളാഹുവിന്റെ അടുക്കൽ അവര് അഹ്സനു അഖ്ല, നല്ല ബുദ്ധിയുള്ളവരാണ്. നമ്മുടെ അടുക്കൽ അവർ മജ്നൂനാകാൻ കാരണം നമ്മൾ ഈ ദുനിയാവിന്റെ പിരാന്തന്മാരാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ദുനിയാവിൽ എന്തെങ്കിലും ഒരു ക്ഷേമൈശ്വര്യം കിട്ടുമ്പോഴേക്ക് നമ്മൾ പിറകോട്ട് പോകാണ്. അമലിന്റെ വിഷയത്തിൽ മുൻപന്തിയിലല്ല. എല്ലാരും പറയില്ലേ, ഇന്നെന്താ ഇന്ന് പരിപാടിയാണ് ദിക്ർ ഹൽക്ക, ഇന്ന് മഹല്ലത്തിൽ ദിക്ർ ഹൽക്കയാണ്, അല്ലെങ്കിൽ മഹലറയാണ്, വേറെ ഏതെങ്കിലും നല്ല സദസ്സ് കുട്ടിക്കോളും. ആളുകൾക്കൊക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ ആളുകളും എത്തുമോ? മിക്ക ആളുകളും എത്താൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വരാൻ ഒരുങ്ങുമ്പോ നല്ല കുളിർക്കാറ്റും നല്ലൊരു മഴയും പെയ്തു. എത്ര ആള് വരും? എത്ര ആള് വരും ആ ഒരു സദസ്സിൽ സംബന്ധിക്കാൻ? ആ കഠിനാധ്വാനം ചെയ്ത് വരുന്നവരാരാ? നമ്മളൊക്കെ ഉദുറിന്റെ പിന്നാലെ പോകാൻ ഏറെ ആഗ്രഹിക്കുന്ന ആളുകളായത് അതുകൊണ്ടാണ്. മത്റുൻ യബുല്ലു സൗബുഹു, നമുക്ക് ജമാഅത്തിന്റെ ഉദുർ കിട്ടിയ എങ്ങനെങ്കിലും അല്ലാഹു തആല കാറ്റും കൂടി പറഞ്ഞെങ്കിൽ നല്ല സുഖമെന്ന് കരുതിക്കാം. മഴ പറഞ്ഞു കൊടുത്ത്, വസ്ത്രം നനക്കുന്ന മഴ, ആ ശരി, അത് നനക്ക് ഉറപ്പാ, ഞാൻ പോണ്ട. അതിന്റെ പിന്നാലെ നമ്മൾ തൂങ്ങാൻ നിൽക്കണ ചാൻസ് കിട്ടിയാൽ മതി. അധ്വാനിക്കുന്ന മനുഷ്യൻ അങ്ങനെ ഇരിക്കൂല, പോകും. കഠിനാധ്വാനം ചെയ്യുന്ന ആള് അതൊന്നും വിഷയാക്കൂല. ദൂരത്തുനിന്ന് എന്നും ജമാഅത്തിന് നടന്നു വന്നിരുന്ന ഒരു സ്വഹാബി വര്യൻ, എത്ര സ്വഹാബിമാര് വാഹനം വെച്ച് നീട്ടിയിട്ടും അയാൾ വാങ്ങൂല, എത്ര കൊടുത്താലും വാങ്ങൂല. പക്ഷെ അയാള് മദീനത്തെ പള്ളിയിലെത്തുമ്പോഴേക്കാകെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ടാവും. കാരണം തണൽ വൃക്ഷങ്ങളുടെ ചുവട്ടിലൂടെ അല്ല വരുന്നത്, മരുഭൂമിയിലെ ആ പെരും ചൂടിലൂടെയാണ് നടന്നു വരുന്നത്. തായ് ഭാഗത്തുനിന്ന് മേലോട്ടും ചൂട്, മേലെന്ന് തായോട്ടും ചൂട്, തൊണ്ട വറ്റു വരണ്ടിപ്പോകുന്ന വിധം ചൂട്. സാഹസപ്പെട്ട് ദൂരത്തുനിന്ന് നടന്നു വരുന്ന ഈ സ്വഹാബിക്ക് പല പ്രഗത്ഭന്മാരും വാഹനം വെച്ച് നീട്ടിയപ്പോ നിരസിച്ചു. അവര് പരാതി പറഞ്ഞു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അവർക്കുണ്ടാകുമല്ലോ അദ്ദേഹത്തിനൊരു വാഹനം കൊടുക്കാൻ പൂതി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോ ഒരുപാട് യാതനകൾ, വേദനകൾ അനുഭവിച്ചാ വരുന്നത്. അതൊക്കെ എനിക്ക് അനുകൂലമാകണം എന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ നടന്നു വരുന്നത്. പൊടിക്കാറ്റ് പലപ്പോഴും എനിക്ക് ശല്യമാണ്. വെള്ളം ഒഴുകി വരുമ്പോൾ ചാലുകളിലൂടെ വഴുതി വീഴുന്നത് എനിക്ക് വിഷമമാണ്. ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ചൂട് കൊണ്ട് എൻ്റെ ശരീരം മൊത്തം വിയർക്കുന്നു. അതൊക്കെ എനിക്ക് സാഹസികമായ അവസ്ഥയാണ്. പക്ഷേ അതൊക്കെ തരണം ചെയ്യുന്നത് ഇവര് തരുന്ന വാഹനത്തിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും.
ഞാൻ നടന്നു വരികയാണെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുക്കും. പക്ഷെ ആ നടത്തവും ഈ വരവും ഈ പൊടിക്കാറ്റും ഈ വിയർപ്പിന്റെ കണങ്ങളും ഒക്കെ എനിക്ക് ആഖിറത്തിൽ ഫലപ്പെടണം എന്ന് കരുതിയിട്ടാണ് വാഹനം വേണ്ട എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല അതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ കരുതിയത് അതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ജമഅ അല്ലാഹു ദാലിക കുല്ല, മൊത്തം അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒരിറ്റ് വിയർപ്പ് പോലും നിങ്ങൾക്ക് വെറുതെ ആവൂല. ആ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. എന്താണ് ആ കഠിനാധ്വാനം? എന്താണ് ആ ബുദ്ധി? എല്ലാവരും ഉറങ്ങുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുകയാണ്. നമ്മൾ വളരെയധികം ബേക്കോട്ട് പോയി പരീക്ഷണത്തിൽ തോറ്റു എന്ന് പറഞ്ഞാൽ തിരക്കടില്ല. കാരണം അവര് നടന്നിടത്ത് നമുക്കും നമ്മുടെ മക്കൾക്കും പോകാൻ ഇഷ്ടം പോലെ വാഹനം. പക്ഷേ പ്രചോദനം നമ്മളെ മനസ്സിൽ നിന്നുണ്ടായെങ്കിലല്ലേ മക്കളും നൽകുക. ഉമ്മമാര് സഹോദരിമാര് പഴയ കാലത്തൊക്കെ നല്ലോണം പ്രചോദിപ്പിച്ചിരുന്നു ഭർത്താക്കന്മാരെയും ബാപ്പമാരെയൊക്കെ. ഇന്ന് അതും കുറവാണ്. അപ്പൊ നല്ല ബുദ്ധിമാനായ ആള്, അയാള് ദുനിയാവിന്റെ ഒരു ഭംഗിയിലും ദുനിയാവിന്റെ സൗന്ദര്യത്തിലും മാത്രം കണ്ണും നട്ട് കഴിയില്ല. മഴ പെയ്തിട്ടും ഒരു വാളിന്റെ മജ്‌ലിസിൽ ആൾക്കാർ എണീറ്റ് പോകാൻ വന്നപ്പോൾ എനിക്ക് അത്ഭുതമായി. മഴ പെയ്തിട്ട് ആരും പോയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടി പൊട്ടി, നല്ല മിന്നലും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പോകുമായിരിക്കുന്നു. മഴ പെയ്ത് അവരിരുന്ന് കൊള്ളാം. സ്റ്റേജിന്റെ മേലെ മാത്രം ചെറിയ താർപ്പായുണ്ട്. താർപ്പായുള്ളതുകൊണ്ട് മഴ കൊള്ളുന്നില്ലായതുണ്ട്. അതൊക്കെ ഒരു മറക്ക് വേണ്ടിയിട്ടായിരുന്നു. മഴ പെയ്തപ്പോഴാണ് താർപ്പായന്റെ ഭംഗി മനസ്സിലായത്. എല്ലാ സ്ഥലത്തും ഓട്ടുണ്ട്. അപ്പൊ താർപ്പായന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഞാനും മഴ കൊണ്ടുകൊണ്ട് സദസ്സിലിരിക്കുന്നവരൊക്കെ സമാണ്. പിന്നെ പേരിനൊരു പായ ഉണ്ട് എന്നേ ഉള്ളൂ. അതങ്ങനെ കിട്ടിയതൊന്നല്ല, ഒരു സ്റ്റേജിൽ നിന്നൊക്കെ കിട്ടിയതാണ്. മഴ പെയ്യുന്ന ഇത്ര അറിഞ്ഞില്ലേന്ന്. എനിക്ക് അന്നത്തെ ഒരു ദിവസത്തെ ആ ഒരു സദസ്സ് പോലെ സന്തോഷമുള്ള ഒരു സദസ്സ് ഉണ്ടായില്ല. അപ്പൊ ഞാൻ ആ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, മഴ പെയ്യല്ലേ, ഇവരൊക്കെ ബുദ്ധിമുട്ടാകൂലേ ഉസ്താദെ, ഓൽക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. പഠിച്ചോനെ ഇവരൊക്കെ ഇരിക്കും. എല്ലാവരും ഇരുന്നു. സഹോദരിമാരടക്കം മഴ കൊണ്ടിരുന്നു. ഒരു മേശപ്പുറത്ത് നിറച്ചു ലേലം വിളിക്കാൻ സാധനം കൊണ്ടു വെച്ചു. ബാപ്പി ഉമ്മയും അല്ലാത്ത എല്ലാ വസ്തുക്കളും അതിന്റെ മേലുണ്ട്. വീട്ടിൽ പുതിയതായി കിട്ടിയ ഫ്ലാസ്ക് അടക്കണ്ട് ലേലം വിളിക്കാൻ. ഇതൊക്കെ വിളിക്കണ്ടേ? എന്നാലാണ് ഒരു വർഷത്തെ മദ്രസയും പള്ളിയിലേക്കുള്ള വരുമാനം നാട്ടുകാർ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ നാളേക്ക് നീക്കി വെച്ചാലോ? അല്ല, അതൊന്നും തന്നെ വിളിക്കാരും പോകൂല. ഞാൻ അങ്ങനത്തെ ഒരു നാട്ടുകാരെ പരിസരത്ത് എവിടെയും കണ്ടിട്ടില്ല. അതാണ് അവിടെ പോയി താമസിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ചോദിക്കുന്നത്. സ്ഥലം നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. പക്ഷെ നമ്മളെ നാട്ടുകാരെ പറ്റി ചിന്തിച്ചാൽ നമ്മൾ എത്ര പേരുണ്ടാവും? ചുരുണ്ട് ഓടൂലേ? കുറെ ആൾക്കാർക്ക് മഴ പെയ്താൽ ഇനി ഉറങ്ങണം എന്നല്ലാതെ വേറെ അപ്പുറം വേറൊരു മുറാദില്ല. നല്ലോണം തിന്നും വേണം, നല്ലോണം ഉറങ്ങും വേണം. അതിനാണ് അല്ലാഹ് മഴ തന്നതെന്ന് നിയ്യത്തായി കുത്തിരിക്കുക. അതാ മഴ പെയ്ത എന്താണ് കല്യാണ വീട്ടിലൊക്കെ പറയാ, ഒരു ചാക്കൂടിയും കത്തിയോളി അരി ഷാപ്പാട്ട് രാമന്മാര് വരുന്നുണ്ട്, കാലിയാക്കിയാണ് പോകും. എന്നിട്ട് നല്ല ഉഷാറായിട്ടുണ്ട് ഉറങ്ങും. ളുഹറുമില്ല, അസ്റുമില്ല, മഗ്‌രിബുമില്ല. അതിനെ നമ്മളെ പറ്റുള്ളൂ. കഠിനാധ്വാനം ചെയ്യാൻ പറ്റൂല. ഞാൻ എൻ്റെ ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മമാരോടും സഹോദരന്മാരോടൊക്കെ പറയട്ടെ, വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസം തീരാൻ പോവുകയാണ്. നമ്മളെ അധ്വാനത്തിൻ്റെ കുറവ് ഞാൻ പറയട്ടെ. എത്ര സുബഹിൻ്റെ ജമാഅത്ത് മുടങ്ങി? നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി. നിങ്ങൾക്ക് അള്ളാഹു തന്ന വാഹനത്തെ പറ്റി ആഖിറത്തിൽ ചോദിക്കും. ഞാനുണ്ടാവും കേൾക്കാൻ. എനിക്കൊറ്റ സുബഹിൻ്റെ ജമാഅത്ത് മുടങ്ങിയില്ല. അത് പള്ളിയിലായതുകൊണ്ട് എന്നല്ല, ഞാൻ പുരയിലും താമസിച്ചിട്ടുണ്ട്. വാതിന് പോയെടുത്ത് എവിടെ സൗകര്യച്ച അവിടെ ഉറങ്ങിയിട്ടുണ്ട്. എന്താ നമ്മൾ അതിലേക്ക് ഉണർന്നു വരാത്തത്? എത്ര കാലമായി വാത് കേൾക്കുന്നത്? നമ്മൾ തോറ്റു, പരീക്ഷണത്തിൽ തോറ്റവരാണ്.
പർവ്വത സമാനമായ സൗകര്യങ്ങളാണ് അള്ളാഹു നമുക്ക് തന്നത്. ഞമ്മക്കൊക്കെ തന്ന സൗകര്യം ബാപ്പാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരതുകൊണ്ട് ആഖിറത്തിലേക്ക് മുത്ത് വിളയിക്കുമായിരുന്നു. അത്രയും അധികം അള്ളാഹു തന്നിട്ടുണ്ട്. ക്ഷീണുണ്ട് എന്ന് ആരും പറയണ്ട, ഞാൻ വിശദീകരിച്ചെന്ന എല്ലാവരും പറയുന്നുണ്ട്. ടൈറ്റാണ്, ഒലക്കയാണ് ടൈറ്റ്. അവനാന്റെ കാര്യത്തിൽ ഏതോ ടൈറ്റ് ഉണ്ടാർക്കെങ്കിലും എന്ത് വിഷയം പറഞ്ഞാൽ ഒരു ടൈറ്റാണെന്ന് അറിയാം. എന്ത് ടൈറ്റായി പറയണത്? എന്നിട്ട് ഏതെങ്കിലും സംഗതി മുടങ്ങിപ്പോകുന്നുണ്ടോ? വിശുദ്ധ റമദാൻ കഴിഞ്ഞു, ദാ ഒരു മാസം തീരാൻ പോവുകയാണ്. ശവ്വാൽ പടുത്ത് തീരും. ആ ശവ്വാൽ തീരുമ്പോഴേക്ക് നമ്മൾ ഓതി വെച്ച ജുസ് എത്രയായി ഒന്ന് കൂട്ടി നോക്കി. റമദാനിൽ അതേ 24 മണിക്കൂറല്ലേ എന്നുള്ളത്. എന്താ മാറ്റം? ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മൾ തോറ്റു. സത്യത്തിൽ തോറ്റിട്ട് അപ്പോഴുള്ള, ജയിച്ചിട്ടില്ല. ജയിക്കണം, ജയിച്ചു കയറണം. തപസ്സിരിക്കാനുള്ള കഴിവ് കുറഞ്ഞുപോയി. എത്ര പെട്ടെന്നാ നമ്മളൊക്കെ ഒരു സംഗതിക്ക് വന്നാൽ കാലിയായി പോകുന്ന പറയും നിങ്ങൾ. അത്രയും പെട്ടെന്ന് പോകും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയട്ടെ, ഞാൻ ആ സദസ്സിന്റെ മഹത്വം പറയല്ല. 2 മണിയായെന്ന് പരിപാടി ചെയ്യുമ്പോൾ, അപ്പൊ അന്ന് ലേലം വിളിച്ചത് മൊത്തം ഒരു 75,000 എംബിനാർപ്പ്യക്കാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇനി അറിയും ലേലം വിളിക്കാനായിട്ട് മുലയിൽ വിളിച്ചാൽ മതി. അതിനായിട്ട് മാത്രം ഞാൻ വരൂല. ലേലം എല്ലാവരും വിളിക്കുകയാണെങ്കിൽ ഒരു സന്തോഷമാണ്. നമ്മളിങ്ങനെ ഒരു കുപ്പിയായിട്ട് വിളിക്ക്, ഒരു 10 സ്വലാത്തല്ലേറ്റു ആരും 50 ഉറുപ്പ്യ വിളിക്കല്ലേ, പിന്നെ അതിന് ഉത്തർക്കണം. ഇത് ദീന് നടത്താൻ പഴയ കാലത്തെ ആളുകൾ ശീലിച്ചു വരുന്നൊരു നല്ല മാർഗമല്ലേ. അത് വിളിച്ചെങ്കിലല്ലേ നടത്താൻ പറ്റുള്ളൂ. അന്ന് മഴ പെയ്ത് പിറ്റേന്നും എനിക്കവിടെ പരിപാടി ഉണ്ട്. പിറ്റേന്ന് മഴയൊന്നുമില്ല. പിറ്റേന്നും ആളുകൾ കുറവൊന്നുമില്ല. പക്ഷേ മഴ പെയ്തിട്ടും അവർ കൊണ്ടത് നിങ്ങൾക്കൊക്കെ ഓർമ്മല്ലേ. മുമ്പൊരു സമ്മേളനത്തിൽ മഴ പെയ്തപ്പോൾ ഇരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇരുന്ന് എണീറ്റ് പോകുമ്പോൾ ആൾക്കാരെ മൂടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ആ മൂട് കണ്ടപ്പോൾ ഇങ്ങനെ വല്ലാതെ സങ്കടമായിപ്പോയി. അങ്ങനെ നല്ല വെള്ള വസ്ത്രത്തിൽ ബാക്കിൽ നല്ല ചളി ഇങ്ങനെ തളം കെട്ടി നിൽക്കുക. ചളി എന്ന് പറഞ്ഞാൽ അത് ചെറിയ ചളിയൊന്നുമല്ല, ഉറച്ച ചളിയാ. ഇങ്ങനെ ചളി ഇങ്ങനെ ഒരു കുലാവിയാക്കി വിളമ്പി അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ചളി പായസാക്കി വിളമ്പിയാൽ അങ്ങനത്തെ ചളി ശരീരത്തിൽ മുഴുവനും. എന്തേ അവിടെ ഇരിപ്പുറപ്പിച്ചത്? ആത്മാർത്ഥമായിട്ടുള്ള ഉപദേശം കേട്ടപ്പോൾ, നിർദ്ദേശം വന്നപ്പോൾ ഇരുന്ന ആള് മനസ്സിലാക്കി ഇനി എണീക്കണേക്കാൾ നല്ല ഇരിക്കന്നെയാണ്. അപ്പൊ ഒന്നുകൂടി നീയത്ത് നന്നാക്കി അവിടെ ഇരുന്നു. മഴ പെയ്താലും ഇരിക്കന്നെ. അപ്പൊ മഴയത്തും വെയിലത്തും വാടേണ്ട തൊട്ടാവാടികളല്ല നമ്മൾ അഹ്സനു അമലൻ, അധ്വാനിക്കുന്നവരാകണം, നല്ല ബുദ്ധിയുള്ളവർ. ഉഖലാഉൽ മജാനീൻ എന്ന കിതാബിൽ കാണാം, അതിലുള്ള വലിയൊരു മഹാനാണ് ബുഹുലൂലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു. അയാളെ നാട്ടുകാരൊക്കെ മജ്നൂൻ എന്നാ വിളിക്കുക. പക്ഷേ അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ടിട്ട് മണിക്കൂറുകളോളം കരഞ്ഞ രാജാവാണ് ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന രാജാവ്. ഹാറൂൺ റഷീദ് ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ബുഹുലൂലിനെ കണ്ടപ്പോൾ തമാശക്ക് ചോദിച്ചു, എന്താ ബുഹുലൂലെ ഇങ്ങനെ നടന്നാ മതിയോ? രാജാവ് വലിയ പവറിലും പത്രാസുലല്ലേ. അപ്പൊ ബുഹുലൂല് പറഞ്ഞു, രാജാവേ, എനിക്കും നിങ്ങൾക്കും ഉണ്ട് മരണം. മരണം എനിക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാമായിരുന്നു. ഹാറൂൺ റഷീദ് സ്റ്റക്കായി പോയി. അല്ലോ, രാജാവിനോടാ പറയുന്നത്. അതുകൊണ്ട് നീതിയോടെ ഭരിക്കണം. ഒരാളെ ഹക്കും നിങ്ങൾ കൈക്കലാക്കരുത്, ഒരാളെ ഹക്കും നിങ്ങൾ കൊടുക്കാതിരിക്കരുത്, ഒരാളെ ഹക്കും അനധികൃതമായി പിടിച്ചു വെക്കരുത്, ഒരു ഭൃത്യനെയും അകാരണമായി പീഡിപ്പിക്കരുത്. നന്മ നിറഞ്ഞ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തപ്പോ രാജാവ് ചോദിക്കാണ്, ബുഹ്ലൂലെ, നീ എന്നെ മുഴുവനും നന്നാക്കിയല്ലോ, നിനക്കെന്ത് വേണം? അപ്പൊ ബുഹ്ലൂല് പറഞ്ഞു, നിങ്ങളെ ഓച്ചാനിക്കാന്, നിങ്ങളെ നക്കാപ്പീച്ചം കിട്ടി ജീവിക്കുന്ന ആളല്ലേ ഞാൻ, നിങ്ങളൊന്നും എനിക്ക് വേണ്ട. രാജാവ് ഒരു പണസഞ്ചി നിറയെ ബുഹുലൂലിന് കൊടുത്തു. ബുഹുലൂല് വലിച്ചെറിഞ്ഞു. എനിക്കതൊന്നും വേണ്ട, ഞാൻ ഇത്രയും നസീഹത്ത് നിങ്ങൾ എന്തേലും തരാനാന്ന് കരുതിയോ? വേണ്ട. പിന്നെയും രാജാവിന് ഉപദേശം കൊടുക്കുകയാണ്. പരിവാരങ്ങളൊക്കെ ഉണ്ട്, സൈന്യമുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ രാജാവ് ഇരുന്ന് കരയുകയാണ്. രാജാവ് ചിന്തിച്ചൊരു മനുഷ്യൻ ആഖിറത്തെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് മജ്നൂൻ എന്ന് വിളിക്കുന്ന നമ്മളാണ് പൊട്ടന്മാരും ഭ്രാന്തന്മാരും. ഇവരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണ്. കാരണം അവർ ദുനിയാവിലെ ജീവിതം ലാഭകരമാക്കി കഴിഞ്ഞു. അയ്യക്കും
അഹ്സനു അഖ്ല, നിങ്ങളെ കൂട്ടത്തിൽ നല്ല ബുദ്ധിയുള്ളവരാരാണ് അല്ലാഹു പരിശോധിക്കാനാണ്. രണ്ടാമത്തെ തഫ്സീർ വഅർദഉ അൻ മഹാരിമില്ലാ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വിട്ടു നിൽക്കുന്നവരാരാണെന്ന് നോക്കാനാണ്. അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ എത്രയും ഇരിപ്പുണ്ടോ ഇപ്പോഴും, അതിൽ നിന്ന് കൂടുതൽ വിട്ടു നിൽക്കുന്നവർ കുറച്ചല്ല. അർദഉ എന്ന് പറഞ്ഞാൽ കൂടുതൽ വിട്ടു നിൽക്കുന്നവർ അല്ലാഹ് ഹറാമാക്കിയതാണ്. എന്നാ ഞാൻ അതിനടുത്തേക്കില്ല. സൂക്ഷ്മതയാണ് സഹോദരങ്ങളെ മറ്റൊന്ന് പറയുന്നത്. ഈ പറയുന്ന സൂക്ഷ്മതയാണ്. അല്ലാഹ് ഹറാമാക്കിയതാണോ, എനിക്കത് വേണ്ട, ഞാൻ അതിലേക്ക് വരില്ല. എത്ര ലാഭം കിട്ടുന്ന അമലാണെങ്കിലും ഞാനില്ല. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അത് കുറച്ചാൾക്കാർക്ക് മാത്രമായി മാറി ഈ ഹറാമ് പരിഗണിക്കുന്നത്. കല്യാണപ്പുരയെ ചോറിക്കാൻ പോയപ്പോ അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും മുഷക്കലായിട്ട് ചക്കരച്ചോറ് വെച്ച് വിളമ്പിയാരി ചോറിക്ക്. അവ മൂലയന്മാരെ കണ്ടപ്പോ, മൂലയന്മാര് വരുന്നുണ്ട്, ജിബിലിയിൽ ഇറങ്ങിയാൽ മൂലയന്മാര് വരുന്നുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ നീച്ച്, മൂലയന്മാർക്ക് മാത്രം പെണ്ണുങ്ങളെ കാണാൻ പറ്റാത്ത. അപ്പൊ പിന്നെ അവിടെ പിന്നെ ഇവർക്ക് വേണ്ടി മാത്രം ഒരു കാട്ടിക്കൂട്ടൽ, ഒരു വീഡിയോ ഒക്കെ കിട്ടല് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് പഠിച്ചോണ്ടിരുന്ന് ഇത്രയും നേരം മുഷക്കലായിട്ട് സമ്മിശ്രമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ആയിരുന്നു. സൗകര്യമുണ്ട്, അപ്പുറത്ത് വേറെ സെക്ഷൻ വെക്കാൻ സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്ത്, ഈ ഹറാമൊക്കെ ലാഘവത്തോടെ കണ്ടു. ഒന്നും പ്രശ്നമില്ല. കല്യാണത്തിന് വരണ്ടാരാൻ പറ്റില്ല, കാരണം കല്യാണത്തിന് അവർക്ക് വരേണ്ടി വരും. അവരെ ബന്ധുക്കളും കുടുംബക്കളും നമ്മളാണ് സൗകര്യം ഒരുക്കേണ്ടത്. ഒരു സൽക്കാരത്തിന്റെ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങി ഓടിയാൻ വേണ്ടാന്ന്, ചോറൊന്നും വേണ്ടാറ്, പാചകം നല്ല ചോറാണ് കൊടുത്തേക്കും, നിങ്ങൾ ചോറ് കൊടുത്തേക്കും വേണ്ടാറ്. അപ്പം ഞാൻ സൽക്കാരത്തിന് അയാൾ വിളിച്ചുകൊണ്ട് ആചാര്യലേതി വന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ നാട്ടിലെ ആണുങ്ങളും മറ്റേ നാട്ടിലെ പെണ്ണുങ്ങളും എല്ലാവരും ക്ലോസ് ഫ്രണ്ടായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു മേശന്റെ ചുറ്റും 10 കസേര ഉണ്ടെങ്കിൽ അതിൽ കലർന്നിരിക്കുകയാണ്. ഒരു ചെയറിൽ ആണാണെങ്കിൽ മറ്റൊന്നിന് പെണ്ണ്, ഒരു ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല. എന്നിട്ട് ഓലങ്ങനെ കൂളായി കുടിക്കുന്നു, ഒരു പ്രശ്നമില്ല ആര് വന്നാലും. അങ്ങനെ പിന്നെ ഞാനങ്ങനെ വണ്ടി കയറുമ്പോഴേക്ക് വേറെ 1-2 വലിയ ഉസ്താദന്മാരും തങ്ങന്മാരും വന്നു. അവര് കണ്ടപ്പോഴേക്കന്നെ വണ്ടി അവിടെ തന്നെ തിരിച്ചു, വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല. അപ്പൊ ഞാനും പറഞ്ഞു അൽഹംദുലില്ലാ, കാരണം വല്ല അവിടെ പൊയ്ക്കാണെങ്കിൽ ആചാരങ്ങാനും സോപ്പിട്ടാലോ മനുഷ്യൻ കുടുങ്ങിയില്ലേ. അവരുടനെ തന്നെ തിരിച്ചു. നിങ്ങൾ നോക്ക്, എന്തിനാ അവിടെ പോയിരുന്ന് അവരെ കൂട്ടത്തിലെ ഭക്ഷണം കഴിച്ച ആ ആചാര്യനെ നക്കാപിച്ച് കിട്ടും. അതിന് നിൽക്കുക അവിടെ. അർദവൻ മഹാരിമില്ല, അല്ല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വിട്ടു നിൽക്കുന്നതാരാ, അത് പരിശോധിക്കാനാണ് ജീവിതവും മരണവും തന്നത്. അല്ല ഹറാമാക്കിയ കാര്യങ്ങൾ സൗന്ദര്യത്തോടെ എപ്പോഴും കൊണ്ടുപോകാൻ പറ്റൂല. നമ്മൾ അതിൽ നിന്ന് കൂടുതൽ വിട്ടു നിൽക്കുന്നവരാകണം. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കർശനമായിട്ടാണ് ഹറാമുകളെ കണ്ടത്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് 5 വസിയത്ത് കൊടുത്തു. അബൂ ഹുറൈറ, എന്റെ വസിയത്തൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണം. ഒന്നാമത്തെ വസിയത്ത് ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്. വലിയ ആബിദാകണോ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആബിദായി മാറണോ, അതിനൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇത്തഖിൽ മഹാരിം, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ സൂക്ഷിക്കുക, കൈവടിയ. എന്നാ വലിയ ആബിദാകാൻ പറ്റും. എത്ര ഉണ്ട് അങ്ങനെ? അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എത്രയുണ്ട്? 1ഉം 2ഉം ആണോ? ഒരുപാടുണ്ട്. അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കഴിവാണ് അയ്യുക്കും അഹ്സനു അമല. ഈമാനോടെ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ആള് അതിലേക്ക് വരൂല, ആൾ അകന്നു പോകും. അർദുവാൻ മഹാരിമില്ല, അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വിട്ടു നിൽക്കും. അതെ, ഈ നാട്ടിൽ നിങ്ങൾ വഅദ് പറയുകയാണെങ്കിൽ ഒരു കാര്യം നല്ലോണം വഅദ് പറയണമെന്നാണ്. അപ്പൊ എന്തേ, ഇവിടെ ജമാഅത്തിനൊക്കെ വരുന്ന ആൾക്കാരിൽ ഏകദേശം ഒരു 50 കഴിഞ്ഞ കുറെ ആൾക്കാരൊക്കെ ഓലൊക്കെ ലോട്ടറിന്റെ ആൾക്കാരാണ്. അതൊക്കെ നിസ്കരിക്കാനൊക്കെ ഓരോ കറക്റ്റിന് എത്തും ഉസ്താദേ. പക്ഷെ ഓർക്ക് ഇതാര് പറഞ്ഞാലും അത്ര വിഷയമായിട്ട് അവർക്ക് തോന്നിയില്ല. അതിപ്പോൾ അതിന് ഒരു സംവിധാനമായിട്ടൊരു എളുപ്പമാർഗമായിട്ടല്ലേ അവർ കൂട്ടുന്നത്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുത്തുമുമിനീങ്ങളാണ് ജമാഅത്തിന് വരുന്നവർ പറഞ്ഞാൽ എത്ര മുത്തുമുമിനീങ്ങളാണ്. ഓല് ഇമാമിന്റെ നേരെ പിന്നിൽ നിന്നിട്ട് എത്രയാണ് കോടിക്കണക്കിന് കൂലി വാങ്ങുന്നത്. പക്ഷേ അത് അപ്പുറത്തുള്ള ദുരന്തങ്ങളെ കൊണ്ട് നീങ്ങിപ്പോകാൻ. ഒരു 10 രൂപ 100 രൂപ 500 രൂപ ടിക്കറ്റ് കൊണ്ട് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. 1-2 അല്ല. ചൂഷണം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ചൂഷണം ലോകത്ത് വേറല്ല. മുമ്പും ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വളരെ കർശനമായിട്ടല്ലേ വിലക്കിയത്. അതിനെപ്പറ്റി ആയത്തിറങ്ങിയതോടുകൂടെ അത്തരത്തിലുള്ള എല്ലാം മദീനയിൽ നിന്ന് കെട്ടുകെട്ടിപ്പോയിട്ടുണ്ട്. ഇന്നത്തെ മാതിരി ഒന്നല്ല. അന്നുള്ള പന്തയം പോലെ ഒന്നുണ്ടോ പന്തയം? ഇന്നും ഉണ്ടെന്നാ ചിലത്. അതൊരു പ്രശ്നമല്ല. നമ്മളും നമ്മളെ കുട്ടികളും തന്നെ. ഒന്നുകിൽ ഒരു ഇലക്ഷൻ വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു കളി വന്നാൽ മതി. ഇനിയിപ്പോ ഖത്തറിലുള്ള ആ കളി വരുമ്പോ ഇവിടെ ഇനി എന്താ നടക്കുന്ന അല്ലാഹു ആലം. അപ്പൊ പന്തയം വെക്കാണ്. ഖിമാറ് പന്തയം പഴയ കാലത്തുണ്ട്. അതൊക്കെ വിലക്കി. അത് ഏറ്റവും നല്ല ട്രെൻഡായിട്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതില്ലാ നടക്കൂലൊരു പരിപാടിയും. അതാണ് എടുത്തു കളഞ്ഞത്. അത് രൂപം മാറി കോലം മാറിയൊക്കെ വന്നുപോയി. ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത മഹാരിമുണ്ട്. അർദവൻ മഹാരിമില്ല. അല്ല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വിട്ടു നിൽക്കുന്നവരാരാന്ന് പരിശോധിക്കാനാണ്. മൂന്നാമത്തെ ഒന്ന് വഅസ്റഉ ഫീ ത്വാഅത്തില്ലാ. അല്ലാഹു തആലാക്ക് വഴിപ്പെടുന്നതിൽ ജാഗരൂകരാകുന്നവരാരാന്ന് നോക്കാനാണ്. പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടണം, താമസിക്കരുത്, വൈകരുത്. വേഗത്തിൽ ഇബാദത്തിലേക്ക് വേഗത കൂട്ടുക. ഇബാദത്തിൽ താറിപ്പോകരുത്. നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാകട്ടെ, നോമ്പ് നോൽക്കുന്നതാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ വേഗത്തിൽ നിർവഹിക്കുക. അല്ലാഹു തആല പരിശുദ്ധമായ ഹജ്ജ് ഉംറകൾക്ക് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. കഴിവിന്റെ പരമാവധി ആരോഗ്യവും നല്ല കാലവും നല്ല വിഷയവും ശേഷിക്കുന്ന നല്ല കാലത്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വർഷം ഹജ്ജിന് പോകുന്നവരുണ്ട്. എല്ലാവിധ ഭാഗ്യങ്ങളും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അപ്പൊ സഹോദരങ്ങളെ, അയ്യുക്കും അഹ്സനു അമല എന്നതില് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ ത്വാഅത്തിൽ പെട്ടെന്ന് ഉളരി വരണം. വൈകരുത്, താമസിക്കരുത്. വേഗത്തിൽ വരാനുള്ള കഴിവ് വേണം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എത്ര വേഗതയുള്ള മഹാനാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ എത്ര സ്പീഡുള്ള മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കേട്ട കാര്യം ആദ്യം ചെയ്യുന്നതും ആദ്യം പതിവാക്കുന്നതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും. അതിന് ഒരു വേറിട്ട കഴിവ് ദുനിയാവിൽ വെച്ച് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. വൈകാതിരിക്കാൻ. അത് ചെറിയ കഴിവൊന്നുമല്ല, വലിയ കഴിവാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ ഒക്കെ നമുക്കത് സ്ഥാപിക്കാൻ പറ്റും. നമ്മൾ അതിൽ വേഗത ഉള്ളവരാണെങ്കിൽ, സ്പീഡുള്ളവരാണെങ്കിൽ. ഒരു വീട്ടിൽ കുടുംബനാഥനായ പിതാവ്, അയാൾ പതുക്കെ ഇങ്ങനെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്ക് 6 മണിയാകുമ്പോഴേക്ക്, പിന്നെ കുട്ടികളെപ്പോഴാണ് നിൽക്കുക? 6:30 ആകുമ്പോൾ. പിന്നെ ലാസ്റ്റ് മെമ്പർ എപ്പോഴാണ് എണീക്കുക? 7 ആകുമ്പോൾ. അതതിന്റെ സ്വഭാവമാണ്. അതേ സമയത്ത് വാങ്ങൊടുക്കുമ്പോഴേക്ക് മൂപ്പര് ഒന്നുണ്ടാക്കി നിസ്കരിക്കാൻ റെഡിയാണെങ്കിൽ ഒരൊറ്റ നിന്റെ അവിടെ കഥാവൂല. അങ്ങനെ നമ്മൾ ഉപ്പാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അവരെ സ്പീഡ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ സ്പീഡിൽ പോയതാണ്. അവര് താറിയിട്ടും തണുത്തിട്ടുമാണോ? നമ്മൾ പറ്റ തണുക്കും. എന്റെ സ്വഭാവം അങ്ങനെയാ. നമ്മൾ എത്ര കണ്ട് സ്പീഡുണ്ട് അത്ര കണ്ട് അവരുണ്ടാവും സ്പീഡ്. നമ്മൾ എത്ര കണ്ടതിൽ ബേക്കോട്ടാണോ അതിനേക്കാളും ഒരു മുഴം അല്ലെങ്കിൽ ഒരു മാറ് അവർ ബേക്കോട്ടായിരിക്കും. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ത്വാഅത്തിൽ മുന്നേറണം. ഒരു വിഷയത്തിൽ ആദ്യം സംബന്ധിക്കുന്ന ആളായി മാറുക. ഏത് നന്മയിലാണെങ്കിലും ആദ്യം എത്തുക എന്നത്, ഇസ്റാ എന്നത്, അതിന് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും പറയലുണ്ടല്ലോ, ബദരീങ്ങൾക്കുള്ള വലിയ മഹത്വം. ഒരു സൗകര്യം ഇല്ലാത്ത സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട്
വിഷയം അന്വേഷിച്ചപ്പോ ഒരൊറ്റ നബിന്റെ അനുയായികളും ഇതേപോലെ ബദരീങ്ങൾ അനുസരിച്ചതുപോലെ വേഗത്തിൽ അനുസരിച്ചവരെ കാണാൻ പറ്റൂല. കാരണം ബദരീങ്ങളിൽ കൂടുതലുള്ളത് അൻസാറുകളാണ്, മുഹാജിറുകളല്ല. 240 പേര് അൻസാറുകളാണ്, മുഹാജിറുകൾ ബാക്കി കുറച്ചേ ഉള്ളൂ. അൻസാറുകളാണെങ്കിൽ നേരത്തെ നബി തങ്ങളോടുള്ള കരാറ് മദീനയിൽ എല്ലാവിധ സംരക്ഷണവും തരാനാണ്. യുദ്ധത്തിന്റെ വിഷയം നേരത്തെ പറഞ്ഞിട്ടില്ല, മദീനയിൽ എന്ത് സംരക്ഷണവും തരാം, എന്ത് സഹായവും തരാം, ജീവിക്കാനും പ്രബോധനത്തിനും ഒക്കെ തരാം, സൗകര്യം തരാം, തങ്ങൾക്കും തങ്ങളെ കൂടെ വരുന്നവർക്കും. എന്നാൽ എന്തെങ്കിലും സൗകര്യങ്ങളോട് കൂടെയാണ് യുദ്ധത്തിന് പോയതെങ്കിൽ, പ്രതിരോധിക്കാൻ പോയതെങ്കിൽ അങ്ങനെ പോയതല്ലേന്ന് കരുതാം. ഒന്നുമില്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ താല്പര്യം കേൾക്കാൻ വേണ്ടി തങ്ങൾ കാത്തു കഴിയുമ്പോൾ അൻസാറുകളുടെ നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഞങ്ങളെ വിഷയം കേൾക്കാനാണോ തങ്ങൾ ഇങ്ങനെ താമസിക്കുന്നത്? അതെ, നിങ്ങളെ വിഷയം കേൾക്കാനാണ്, നിങ്ങളെ തീരുമാനം അറിയാനാണ്. എന്നാ ഞങ്ങൾ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്, തങ്ങൾ കേട്ടോളി. ഞങ്ങൾ ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ നിങ്ങളോട് പറയൂല. സ്വർഗത്തിലെ ഭക്ഷണം കിട്ടി, സ്വർഗത്തിലെ പാനീയം കിട്ടി, മേഘം തണലിട്ട് കൊടുത്ത് വറ്റാത്ത അരുവി അല്ലാഹു തആല 12 ഗോത്രങ്ങളിലേക്ക് 12 തടാകങ്ങളാക്കി ഒഴുക്കിക്കൊടുത്തു എമ്പാടും സുഖങ്ങൾ കൊടുത്ത അവര് മൂസാ നബി അലൈഹിസ്സലാം ധിക്കാരികളായ ഒരു വിഭാഗത്തെ ഒതുക്കുന്നതിന് വേണ്ടി, അക്രമികളെ തകർക്കുന്നതിന് വേണ്ടി വിളിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി, ഇദ്ഹബ് അൻത വറബ്ബുക് ഫഖാതില ഇന്നാ ഹഹുനാ ഖായിദുൻ. നിങ്ങളും മൂസാ നബിയെ, നിങ്ങളെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോളി, ഞങ്ങൾ ഇവിടെ പൊരേ ഉത്തരക്കാണ്, ഞങ്ങൾക്ക് അതിനൊന്നും ആവൂല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയൂല. ഞങ്ങൾ പറയുന്നത് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകും മുഖാതിലൂൻ, ഞങ്ങൾ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ സന്തോഷിച്ചു. കാരണം ഏറെ അംഗങ്ങളുള്ളതും അവരാണ്, ഏറെ ആളുകളുള്ളതും അവരാണ്. ആ കൂട്ടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ കുറച്ചെങ്കിലൊക്കെ ഉള്ളത് അൻസാറുകൾ എടുത്താണ്. എന്നിട്ടും അവര് പിറകോട്ട് നിന്നില്ല, മുന്നോട്ടാണ്. തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം മുന്നോട്ടാണ് അവർ നിന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, അവരുടെ ആ ഒരു ഇസ്രാ കൊണ്ട് അവർ പെട്ടെന്ന് അങ്ങനെ ദ്രുതഗതിയിൽ മുന്നോട്ട് നീങ്ങിയത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന് വലിയ സന്തോഷവും മുസ്ലിങ്ങൾക്ക് വലിയ സമാധാനവും ജനങ്ങൾക്കൊക്കെ ജീവിക്കാൻ നല്ല സൗകര്യവും കിട്ടി. അക്രമികളായ ആളുകൾക്ക് അല്ലാഹു വലിയ പതനം കൊടുത്തു. അവരാ മുന്നോട്ട് നീങ്ങിയ കാരണം കൊണ്ടല്ലേ മലക്കുകളെ വരെ അല്ലാഹു ഇറക്കി കൊടുത്തത്, സഹായത്തിനും സൗകര്യത്തിനും സംരക്ഷണത്തിനൊക്കെ. അപ്പൊ എത്ര പെട്ടെന്നാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. അതുകൊണ്ട് അസ്റൗഫി ത്വാഅത്തില്ലാ, നമുക്ക് കുറഞ്ഞു പോകരുത്. അള്ളാഹുവിനെ അനുസരിക്കുന്ന മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണം. കഴിവിന്റെ പരമാവധി ആ വിഷയത്തിൽ നമ്മൾ താല്പര്യമുള്ളവരാകണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും മറ്റും പറഞ്ഞ ഒരു തഫ്സീറും കൂടി കാണാം. അയ്യുക്കും അഹ്സനു അമല അയ്യുക്കും അസ്ഹദു ഫിദ് ദുനിയാ, ദുനിയാവിൽ നിങ്ങളിൽ ആരാണോ കൂടുതൽ സുഹൃദ് പാലിക്കുന്നത് എന്ന് നോക്കാനാണ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ ഉള്ള സമ്പത്തൊക്കെ വലിച്ചെറിയാന്നല്ല, പിന്നെ അവിഹിതമായ മാർഗത്തിലൂടെയുള്ള വരവിന് മനസ്സുമായിട്ട് താല്പര്യം കൊടുക്കാതിരിക്കുക, അതാണ്. വസ്ഹദ് വദാ ഫഖുദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖുദുൽ ലഹു തഖഅഖലാ. തീരെ സമ്പത്തില്ലാതിരിക്കുക എന്നതല്ല സുഹൃദ് എന്ന് പറഞ്ഞ. പിന്നെ സമ്പത്ത് വരുന്ന മാർഗങ്ങൾ അവിഹിതമായ മാർഗങ്ങളാണെങ്കിൽ അതുമായിട്ട് മനസ്സിനെ ബന്ധിപ്പിക്കാതിരിക്കുക, അത് നല്ലതാണ് തോന്നിപ്പിക്കാതിരിക്കുക, അത് തിരക്കടില്ല കുഴപ്പമില്ല എന്ന് വരുത്താതിരിക്കുക, എന്നിട്ട് വിട്ടു നിൽക്കുക, അത് വേണ്ടാന്ന് കരുതിയിട്ട് ഉചിതമായ ഹലാലായ മാർഗങ്ങളിലൂടെ മാത്രം സംഭരിക്കുക. അതൊരു സുഹൃദാണ്, ചെറിയ സുഹൃദെന്നല്ല. ആ സുഹൃദിലാണ് പഴയ കാലത്തൊക്കെ ഉലമാക്കള് കച്ചവടം നടത്തിയതും കാര്യങ്ങൾ ചെയ്തതൊക്കെ. ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു, വസ്ത്രവ്യാപാരിയായിരുന്നു. മഈശത്തിന് വേണ്ടി ഹലാലായ ഒരു കച്ചവടം. ഇമാമുൽ ആദം തങ്ങൾ 70 ജോഡി വസ്ത്രം തൻ്റെ കൂടെ കച്ചവടത്തിന് ഉള്ള കൂട്ടുകാരന്റെ അടുത്തേക്ക് വിൽക്കാൻ വേണ്ടി കൊടുത്തയച്ചു. കൂട്ടത്തിലൊരു നിർദ്ദേശവും,
അതിലൊന്ന് ചെറിയൊരു പഴക്കം തോന്നുന്നുണ്ട്. അത് വിൽക്കുമ്പോൾ പറഞ്ഞു വിൽക്കണം. പറഞ്ഞാൽ മാത്രല്ലല്ലോ, ഇത് വാങ്ങുന്ന ആളും നോക്കൂലേ. നമ്മളൊക്കെ ഒരു വസ്ത്രത്തിന് വേണ്ടി എത്രണ്ണം വാരി വലിച്ചിടും നിങ്ങൾ നോക്കിയാണ്. ഒരു ബനിയനാ നമുക്ക് കിട്ടേണ്ടി, പക്ഷെ ആ ഷോപ്പിലുള്ള മുഴുവൻ ബനിയനും കൂട്ടു നയിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒന്നും വാങ്ങിയില്ല എന്നും വരും. അപ്പൊ ഈ നോക്കുന്ന സാധുക്കൾ പഠിച്ചോനെ നമ്മളിതിന് വിധിക്കപ്പെട്ടവരാണല്ലോ എന്ന് അവരും കരുതും. ചിലപ്പോൾ ഒരു ടെക്സ്റ്റൈൽസുള്ള 150 എണ്ണം ഉണ്ടോ, 150 എണ്ണം പുറത്തെത്തിയിട്ടുണ്ടാവും. ഓൽക്ക് വേറെ പഴയുന്നില്ല, ഒരു മടക്കിച്ചോട്ടെ. നമ്മളെന്തേലും വാങ്ങിയോ? നമ്മൾ വാങ്ങിയില്ല. നമ്മൾ നോക്കിയിട്ട് പറ്റിയില്ല, നമ്മൾ തിരിച്ചു പോന്ന്. അപ്പൊ വാങ്ങുന്ന ആളും നോക്കൂലേ. 70 ജോഡി വസ്ത്രവും വിറ്റിട്ട് ക്യാഷ് ഇങ്ങോട്ട് കൊടുത്തയച്ചു ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. മഹാനവറുകൾ ഉടനെ ചോദിച്ച ചോദ്യം, ഒരു വസ്ത്രം ചെറിയൊരു പഴക്കമുള്ളതുണ്ടായിരുന്നല്ലോ, അത് പറഞ്ഞിട്ടാണോ വിറ്റത് പറയാതെയാണോ വിറ്റത്? വാങ്ങുന്ന ആൾ നോക്കൂലേ. വിൽക്കുന്നവർ മാത്രല്ലല്ലോ, വാങ്ങുന്നവരും നോക്കൂലേ. ഇത് സംഗതി അവർക്ക് ലാഭം ഉണ്ടെങ്കിലല്ലേ വാങ്ങുള്ളൂ, നല്ലതാണെങ്കിലേ വാങ്ങുള്ളൂ. അത് പറയാൻ മറന്നുപോയി. പറയാൻ മറന്നെങ്കിൽ നാം പിന്നെ ആ വസ്ത്രത്തിന്റെ ക്യാഷ് വേണ്ടെന്നല്ല, ഈ 70 ജോഡിന്റെയും കാശ് എനിക്ക് വേണ്ട, സ്വതക്ക ചെയ്താണ്. അതാണ് അസ്ഹദുക്കും ഫിദ്ദുനിയാ, ദുനിയാവിൽ നിങ്ങളെ കൂട്ടത്തിലുള്ള ത്യാഗം എന്ന് പറഞ്ഞ ത്യാഗി അതാണ്. അത് ചെറിയ സുഹൃതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 69 എടുത്തൂടെ? ഒന്നല്ലേ പോരായ്മയുള്ളതെന്ന് ഉറപ്പാണല്ലോ. ആ ഒന്ന്, പക്ഷെ ആ ഒന്ന് ഈ കൂട്ടത്തിലല്ലേ കച്ചവടം ചെയ്ത്, അതുകൊണ്ട് അതിന്റെ ചെറിയൊരു ശാഖ ദിനം ഉണ്ടാവും. പോയിക്കോട്ടെ അങ്ങോട്ട്. അതൊക്കെ സ്വതം കൊടുക്കാൻ പറഞ്ഞു. ഈ സുഹൃത നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും പകർത്തിയത് കച്ചവടത്തിൽ ഈ സുഹൃതാണ്. അതുകൊണ്ട് ആ കച്ചവടമൊക്കെ പൊളിഞ്ഞത്. മരക്കച്ചവടമായിരുന്നു. മരക്കച്ചവടം ചെയ്യുമ്പോൾ എല്ലാ പൊത്തും പറഞ്ഞു കൊടുത്താൽ പിന്നെ വാങ്ങണ വില വിൽക്കുമ്പോൾ കിട്ടുമോ? ആർക്കെങ്കിലും കിട്ടുമോ? എല്ലാ പൊത്തും എല്ലാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് വിൽക്കുമ്പോൾ, വാങ്ങിയത് 2000-നാണെങ്കിൽ വിൽക്കുമ്പോൾ അത് ചിലപ്പോൾ 200 രൂപയും കിട്ടൂല. അപ്പൊ എത്ര നഷ്ടം ഉണ്ടാകുക? പക്ഷെ എന്തേ അങ്ങനെ ശീലിച്ചത്? അങ്ങനെ അത് കൊടുക്കാവൂ. മറ്റേത് മനസ്സിന് റാഹത്താവൂല. അതവരെ സുഹൃദാണ്. ബഹുമാനപ്പെട്ട തേന് മുസ്ലിയാർ കോട്ടക്കലിന് ഒരു പലഹാരം വാങ്ങിനെ പോയി. അപ്പൊ ഈ പലഹാരം ഒരു ഭാഗത്ത് വെച്ചിരുന്നു, അതിൽ കുറച്ച് ഉറുമ്പ് കയറിക്കൂടി. അപ്പൊ വീട്ടിലെത്തി നോക്കുമ്പോ പുരക്കാരൊന്നിലൊക്കെ ഉറുമ്പുണ്ടല്ലോ എന്നങ്ങ് തിരിയാറും. ആ പലഹാരം എവിടുന്നാണോ എടുത്തത് ആ ഉറുമ്പിനെ അവിടെ കൊണ്ടുപോയി ഒഴിവാക്കി. കാരണം ആ ഉറുമ്പിന്റെ കൂട്ടുകാർ ഇവരെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാനിത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടത് ശരിയാകൂല, അത് അവിടെ കൊണ്ടുപോയി ഒഴിവാക്കി. നമ്മളിത് വായിക്കുമ്പോ അങ്ങനെയൊക്കെ പ്രയാസപ്പെടേണ്ടതുണ്ട്, അവിടെ ഒഴിവാക്കിയാൽ പോരെ. ഒരു ഉറുമ്പിനെ പോലും ആവശ്യമില്ലാതെ വേദനിപ്പിക്കാൻ പറ്റൂലല്ലോ, ഇടങ്ങേറാക്കാൻ പാടില്ലല്ലോ, കൊന്നുകളയാൻ പാടില്ലല്ലോ. അതും തസ്ബീഹുള്ള ജീവിയല്ലേ. അപ്പൊ അവർ ഈ സൂക്ഷ്മത കാണിച്ചത് ഇതാണ് സത്യത്തിൽ അഹ്സനു അമൽ, നല്ല കർമ്മം ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, നല്ല ബുദ്ധിയുള്ള, സൂക്ഷ്മതയുള്ള ആള് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ വിശദീകരണമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റും പറയുന്നു. ഇത് അങ്ങനെ സ്വീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും ഒക്കെ അല്ലാഹു സംവിധാനിച്ചത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് കണ്ടോ നിങ്ങൾ, വഹുവൽ അസീസുൽ ഗഫൂർ. ആദ്യം മൗത്തല്ലേ പറഞ്ഞത്, ആ മൗത്തിനോട് ചേരുന്ന ഒരു സിഫത്താണ് അൽ അസീസ്. ഞാൻ നിശ്ചയിച്ച മരണത്തെ മറികടക്കാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല, അല്പം പിന്തിപ്പിക്കാൻ കഴിയില്ല. കുറ്റവും തെറ്റും ചെയ്ത് ജീവിക്കുന്ന ആള് ഒരു പക്ഷേ അദ്ദേഹത്തിന് മരണം വരുമ്പോൾ പിറകോട്ട് ഒരു ചെറിയ ടൈം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് അപേക്ഷ പറയും. എന്നാൽ അയാൾക്കും ജയിക്കാൻ കഴിയൂല. വഹുവൽ അസീസു, അള്ളാഹു ജയിക്കുന്നവനാണ്. അൽ ഗാലിബുല്ലദീ ലാ യുജിസുഹു മൻ നസാ അൽ അമൽ. കുറ്റം ചെയ്തവന് അള്ളാഹുവിനെ ഒരു നിലക്കും തകർക്കാൻ കഴിയൂല. ഇവിടെ പോക്കിരിയായി ജീവിച്ച ആൾക്കും അള്ളാഹു മരണം കൊടുത്തിട്ടുണ്ട്. ആ മരണത്തിന്റെ സിഫത്തുൽ ഖഹ്റാണ്. റബ്ബ് തആല കീഴ്പ്പെടുത്തുന്ന ഒരു രൂപമാണ്, ഗുണവിശേഷണമാണ്. അതിനോട് യോജിച്ച സിഫത്താണ് ആദ്യം പറഞ്ഞത്. വഹുവൽ അസീസ്,
മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമ്മളേറെ പ്രതീക്ഷിക്കുന്നത് അള്ളാഹിന്റെ മഗ്ഫിറത്താണ്. അതാണ് രണ്ടാമത് പറഞ്ഞത് ഗഫൂർ. തെറ്റും കുറ്റം ചെയ്തവരാണെങ്കിലും അള്ളാഹുവിൽ നിന്ന് മാപ്പ് പ്രതീക്ഷിക്കാം. കാരണം അള്ളാഹു തആല ഏറ്റവും കൂടുതൽ മാപ്പ് ചെയ്യുന്നവനല്ലേ. വഹുവൽ അസീസുൽ ഗഫൂർ. ഇസ്സത്ത് അസീസാണ്. റബ്ബ് തആല തീരുമാനിച്ച ആ ടൈമിൽ ഒരു മിനിറ്റും കളയാതെ വൈകാതെ മൗത്ത് അള്ളാഹു നൽകും. അപ്പൊ ഏത് കുറ്റം ചെയ്ത് ജീവിക്കുന്നാക്കും റബ്ബിനെ ഒന്നും ചെയ്യാനോ പ്രതികരിക്കാനോ കഴിയൂല. കാരണം അള്ളാഹു മൗത്ത് നൽകി എന്നതുകൊണ്ട്, അള്ളാഹു അസീസ് ആയതുകൊണ്ടാണ്. ജയിക്കുന്നവൻ അള്ളാഹു തആലയാണ്. റബ്ബ് തആലയാണ് ഇവിടെ ജയിക്കുന്നത്, ആരുമല്ല. പിന്നെ ഒരു പ്രതീക്ഷ ഉള്ളത്, തെറ്റും കുറ്റം ചെയ്തവരാണെങ്കിലും റബ്ബിന്റെ ഒരു മഗ്ഫിറത്തുണ്ടല്ലോ, അതാണ് അൽ ഗഫൂർ. അള്ളാഹു തആല മറ ചെയ്യുന്നവനാണ്. കുറ്റം ചെയ്തവർക്കും സത്ർ നൽകുന്ന, മറവ് നൽകുന്നവനാണ് അള്ളാഹു തആല. റബ്ബിന്റെ ആ സത്ർ അള്ളാഹു നമുക്കും നൽകുമാറാകട്ടെ. ഇത് അള്ളാഹുവിന്റെ വലിയൊരു ഖുദ്റത്താണ്. മൗത്തിനെ നിയന്ത്രിക്കാനോ മരണത്തെ ഇല്ലായ്മ ചെയ്യാനോ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയും ഇല്ല. പിന്തിപ്പിക്കാൻ കഴിയോ? പിന്തിപ്പിക്കാനും കഴിയൂല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിയ ഒരു പണക്കാരനുണ്ടായിരുന്നു പഴയ കാലത്ത്. അദ്ദേഹം നല്ല സമ്പന്നനും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഇഷ്ടംപോലെ അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അയാൾക്കുള്ള ഖാദിമീങ്ങൾ അയാളുടെ അവസ്ഥകളൊക്കെ മാനിച്ച് അയാളങ്ങനെ കൊണ്ടു നടക്കും. അപ്പൊ അയാളെ ടൈം ടേബിൾ അനുസരിച്ച് ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഒന്ന് മയങ്ങും. അതൊരു മയക്കുണ്ടല്ലോ, ഒന്ന് മയങ്ങും. പിന്നെ വൈകിട്ട് എണീക്കുള്ളൂ, വൈകുന്നേരം. അപ്പൊ ഇദ്ദേഹം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ കടന്ന നേരത്ത്, വിശ്രമിക്കാൻ കടന്ന നേരത്ത് ആരോ ഒരാള്, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ രൂപവും പ്രാപിച്ച് ഗേറ്റിന് വന്ന് മുട്ടിയപ്പോൾ അവിടെയുള്ള പാറാവുകാർ തുറന്നിട്ട് പറഞ്ഞു, മുതലാളി ഉറങ്ങാണ്, വൈകുന്നേരമാകും എണീക്കാറ്, അപ്പൊ വന്നോളി. അപ്പൊ അവര് വിചാരിച്ചത് എന്തോ കിട്ടാൻ വേണ്ടി വന്ന ആളാണ്. അവര് കഥ കടച്ചു പോയപ്പോ രണ്ടാമത് മുട്ടിയ പിന്നെ പഴയമാരില്ലല്ലോ പറയാം. പിന്നെ വന്നപ്പോ പറഞ്ഞു, അല്ല നിങ്ങളോട് പറഞ്ഞില്ലേ വൈകുന്നേരം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാളൊന്നും മിണ്ടിയില്ല. അവര് കഥ കടച്ചു പോയപ്പോ മൂന്നാമത് മുട്ടിയപ്പോ പിന്നെ ഊക്കിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അവര് വരിക. അവര് വന്ന് തുറന്നപ്പോഴേക്ക് പറഞ്ഞു, അന അസ്രായീൽ അലൈഹിസ്സലാം. അസ്രായേൽ എന്ന് പറഞ്ഞാൽ തുറന്ന ആൾ ആദ്യം പേടിച്ചുപോയി. കാരണം ഇത് ആരെ പിടിക്കാനാണ് അല്ലാഹു തആല വകുപ്പ് നൽകിയത് എന്ന് പറയാൻ പറ്റൂലല്ലോ. അയാൾ കുറച്ച് ബേക്കോട്ടുന്നു. അയാൾ പോയിട്ട് പറഞ്ഞു മുതലാളിയോട്, പിന്നെ അസ്രായേൽ വന്നിട്ടുണ്ട്. മുതലാളിന്റെ ഉറക്കൊക്കെ എങ്ങനെ പോകുന്നു ആലോചിച്ചോക്കാണ്. പിന്നെ വിശ്രമിക്കാൻ അയാൾക്ക് നേരമുണ്ടോ? അപ്പോൾ മുതലാളി ചോദിച്ചു, നിങ്ങൾ അസ്രായേലിനോട് എന്തെങ്കിലും അപമര്യാദയായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറിയോ? ഇല്ല, ഞങ്ങളൊന്നും പറഞ്ഞു. നാ ബഹുമാനത്തോടെ കൊണ്ടുവരി. എത്ര ബഹുമാനത്തോടെ കൊണ്ടുവന്നാലും പിടിക്കൂലേ? പിടിക്കും. എന്ത് കൊടുത്താലും മയങ്ങൂല. അങ്ങനെ അസ്രായേൽ വന്നു. ഞാൻ അസ്രായേൽ ഞങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്ന. ടൈമായോ? ടൈം ഇപ്പൊ കറക്റ്റായി. ഇതുവരെ കറക്റ്റ് ആയില്ലേന്നു. ഞാൻ കുറച്ചു നേരം ആ വാതിൽക്കൽ നിന്ന് അങ്ങനെ നീക്കിയതാണ്. ഇപ്പൊ കറക്റ്റായി, നീ പിടിക്കാൻ. അല്ല, കുറച്ചു നേരം ഈ അറകളിലുള്ള ഈ സ്വർണ്ണാഭരണവും മുത്തും ഈ ഇതൊക്കെ ഒന്ന്, വെള്ളിയൊക്കെ ഒന്ന് കൊടുക്കാൻ, ഒന്ന് വിതരണം ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാലം നേരം കിട്ടിയില്ലേ? ഇല്ല, ശുഗലായതുകൊണ്ട് നേരം കിട്ടിയില്ല എന്ന് അയാൾ പറഞ്ഞപ്പോഴേക്ക് അറകളിൽ ഇരിക്കുന്ന സ്വർണവും വെള്ളിയും പ്രതികരിച്ചു. കളവ് പറയുന്ന മനുഷ്യ, സ്വർണം പറഞ്ഞു 15 കൊല്ലമായി ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. വെള്ളി പറഞ്ഞു 10 കൊല്ലമായി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. യാക്കൂത്തിന്റെ മാണിക്യത്തിന്റെ കല്ലുകൾ പറഞ്ഞു അതിലേറെ കൊല്ലമായി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അയാളെന്തേ പറഞ്ഞു? നേരായിട്ടില്ല എന്നല്ലേ, നേരം കിട്ടിയില്ല എന്നല്ലേ. അതൊക്കെ കേൾക്കലോ അയാളെ പിടിക്കലോ ഒപ്പാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അത് മാറ്റാൻ ആർക്കും കഴിയൂല. വഹുവൽ അസീസ്, അള്ളാഹു നിശ്ചയിച്ച മരണം നടപ്പിലാക്കാൻ അള്ളാഹു വലിയ കഴിവുള്ളവനാണ്. അത് കറക്റ്റ് ടൈമിൽ അള്ളാഹു തആല നടപ്പിലാക്കും. പക്ഷെ ആ ടൈമിലേക്ക് നമ്മൾ നടന്ന് നീങ്ങാൻ കുറേ ബഹുദൂരം സഞ്ചരിച്ച് അടുത്തെത്താനായി. ഇനി ബാക്കിൽ കുറേ ഉണ്ടെന്നല്ല, അടുത്തെത്താനായി, വളരെ അടുത്തെത്താനായി. നമ്മിൽ പലർക്കും സിഗ്നലുകളൊക്കെ വന്നുപോയി, മുന്നറിയിപ്പൊക്കെ വന്നു. മുന്നറിയിപ്പ് വരാന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പൊക്കെ കുറച്ച് വിശാലമായി കാണണം. നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയോട് അസ്രായേൽ അലൈഹിസ്സലാം വന്നിട്ട് സലാം പറഞ്ഞിട്ട് നിങ്ങളെ റൂഹ് പിടിക്കാൻ വന്നാണെന്ന് പറഞ്ഞു.
ഇപ്പൊ ദാവൂദ് നബി അള്ളാഹിനെ ഇഷ്ടപ്പെട്ട നബിയല്ലേ. മഹാനവറുകൾ പറഞ്ഞു ഒരു മുന്നറിയിപ്പില്ലാതെ എങ്ങനെ വേഗം വരല്, എന്തെങ്കിലുമൊക്കെ ഒരു മുന്നറിയിപ്പ് വേണ്ടേ? മുന്നറിയിപ്പ് വന്നില്ലേ? അത് ശരി. കഴിഞ്ഞ ആഴ്ചയല്ലേ ആലക്കക്കാരൻ മരിച്ച്? ദാവൂദ് നബിയോട് ചോദിക്കാണ് മലക്ക്, കഴിഞ്ഞ ആഴ്ചയല്ലേ അയൽപക്കക്കാരൻ മരിച്ചത്? അത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പായിരുന്നു. അങ്ങനെ നാ പിടിച്ചോളി എന്ന് പറഞ്ഞു. നമുക്ക് ധൈര്യമുണ്ടോ നാ പിടിച്ചോളി എന്ന് പറയാൻ? മുന്നറിയിപ്പ് എവിടെ? നമ്മളെ സ്വന്തത്തിലല്ല നീട്ടിയത്. കഴിഞ്ഞ ആഴ്ചയല്ലേ ദാവൂദ് നബിയെ നിങ്ങളുടെ അയൽവാസി മരിച്ചത്? ഇതാ മുന്നറിയിപ്പ്. അതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു അത് തരും. അത് അള്ളാഹ് റഹ്മാനായതുകൊണ്ടാണ്. ആർക്കും അത് തരാതിരിക്കൂല. പക്ഷേ അള്ളാഹു അങ്ങനെ തന്നതാണെന്നൊരു ബോധ്യവും ചിന്തയും വേണം. അസീസുൽ ഗഫൂർ, അള്ളാഹു തആല യോഗ്യനാണ്, ജയിക്കുന്നവനാണ്. അവൻ ആ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കും. ഇനി നോക്ക് നിങ്ങൾ, ഇത് അള്ളാഹു തആല നമുക്ക് നമ്മളെ പരിശോധിക്കാൻ, നമ്മളെ പരീക്ഷിക്കാനും അള്ളാഹു തആല വെച്ച വലിയൊരു ഖുദ്റത്താണ് മൗത്ത്. രക്ഷപ്പെടാൻ കഴിയാത്ത ഒരാൾക്കും കുതറിമാറാൻ കഴിയാത്ത റബ്ബിന്റെ നിശ്ചയമാണ് മൗത്ത്. അത് വരാതിരിക്കൂലല്ലോ, വരും. എത്ര കഴിഞ്ഞാലും എത്ര സമയം മുന്നോട്ട് പോയാലും മരണം വരും. പക്ഷേ ആ മരണം വരുമ്പോ തോറ്റുപോകുന്നവരാകരുത്, വിജയിക്കുന്നവരാകണം. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു തആല പറയുന്നു, മൗത്തും ഹയാത്തും ഒരു പക്ഷേ മൗത്ത് നിങ്ങൾ കാണാത്ത ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നത് വിവരിച്ചു കൊടുക്കാൻ കഴിയൂല. സംഗതി നടന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊക്കെ കാണുന്ന അള്ളാഹുവിന്റെ വലിയൊരു ഖുദ്റത്ത് പറഞ്ഞുതരാം. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. ആദ്യം പറഞ്ഞത് വലിയ സംഗതിയാണ് മൗത്ത്. നമ്മളാരും മൗത്ത് കണ്ടിട്ടില്ല. മരണം ചില അടയാളങ്ങളെ കൊണ്ട് മനസ്സിലാക്കിയതല്ലേ. അല്ല, മൗത്ത് എന്ന സംഗതി എന്താ? അനുഭവിച്ചാലല്ലേ നമുക്കതറിയുള്ളൂ, അല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. മരണാനന്തര ജീവിതം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, വരാനിരിക്കുന്നതല്ലേ. അതിനേക്കാളും ചെറുതാണ് ഇനി പറയുന്നത്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. നിങ്ങളൊക്കെ കാണുന്നില്ലേ ആകാശങ്ങളെ? അള്ളാഹു സൃഷ്ടിച്ചു, സംവിധാനിച്ചു. സബ്അ സമാവാതിൻ, 7 ആകാശങ്ങളെ. തിബാഖൻ, ഓരോന്നും ഓരോന്നിനോടും യോജിച്ച രൂപത്തിൽ. ഓരോ ആകാശവും അടുത്ത ആകാശത്തോട് നല്ല യോജിപ്പുണ്ട്. എല്ലാറ്റിൻ്റെയും ആകാശത്തിന്റെ തടിയും വണ്ണവും വലിപ്പവും വ്യാസവും ഒരുപോലെയല്ല, എന്നിട്ട് യോജിപ്പുണ്ട്. അതാണ് വലിയ ഖുദ്റത്ത്. എല്ലാറ്റിൻ്റെയും തടി ഒരുപോലല്ല, എല്ലാറ്റിൻ്റെയും കളറും ഒരുപോലല്ല. ആകാശങ്ങൾക്കൊക്കെ വ്യത്യസ്ത രൂപഭാവങ്ങൾ. പക്ഷേ എന്നാലും യോജിപ്പുണ്ട്, അതിന് എല്ലാത്തിനും യോജിപ്പുണ്ട്. അതുകൊണ്ടാണ് മഹാരഥന്മാരൊക്കെ അതിനെ ഉദാഹരിച്ചത് ഈ ഉള്ളിത്തോല് പോലെ, ഒന്നൊന്നിനോട് അടുത്ത് നിൽക്കുന്ന ഉള്ളിത്തോല് പോലെ. ആ ഉള്ളിത്തോല് നിങ്ങൾ നോക്കൂ, അതിൻ്റെ ഞെട്ടി അങ്ങോട്ട് ചെത്തിയിട്ടാൽ ആ റൗണ്ട് കറക്റ്റാണ്, ഒന്നൊന്നിനോട് കറക്റ്റായി നിൽക്കണം. ശരിക്ക് നല്ല സൗന്ദര്യത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ പല വ്യത്യാസങ്ങളും പറയാനുണ്ട്. ആ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതിനോടുകൂടെയും യോജിപ്പുണ്ട്. തട്ട് തട്ടായി അല്ലാഹു തആല ഒന്നിനു മേലെ ഒന്നായി, തിബാഖൻ മുതാബഖതൻ ബഅദുഹാ ഫൗഖ ബഅദിൻ, ഒന്നിനു മേലെ ഒന്നായിട്ട് അല്ലാഹു തആല അതാ ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിനോട് യോജിക്കുന്ന രൂപത്തിലാണ്. മഹാന്മാർ ഉദാഹരണം പറഞ്ഞത് ചെരുപ്പ് പോലെയാണ്. ഒരു ചെരുപ്പിന്റെ തൊണ അതിന്റെ ഇണയോട് യോജിക്കും പോലെ ഒരു ആകാശം അതിന്റെ അപ്പുറത്തുള്ള ആകാശത്തിനോട് യോജിച്ചിട്ടുണ്ട്. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശം അള്ളാന്റെ ഖുദ്റത്തിന്റെ മേൽ അറിയിക്കുന്നത് പല രൂപത്തിലാണ്. ഒന്ന്, അല്ലാഹു തആല ആകാശത്തെ അവശേഷിപ്പിച്ചത് ഒരു തൂണും ഒരു ചെങ്ങലയും നൽകാതെയാണ്. അള്ളാന്റെ ഖൽഖ് നോക്ക് നിങ്ങൾ. നമ്മൾ അങ്ങനത്തെ ഒരു പന്തൽ സംവിധാനിക്കാൻ ആർക്കെങ്കിലും കഴിയും? തൂണില്ലാ പന്തൽ എന്ന് പറഞ്ഞാലും തൂണുണ്ടാവൂലേ? തൂണില്ലാത്ത പന്തൽ എന്ന് പറഞ്ഞാലും തൂണുണ്ടാവൂലേ? തൂണുണ്ടാവും. പെരുന്തൂണായിരിക്കും. ഏതാ പെരുന്തൂണ്? അത് നമ്മളെ വീടിന്റെ ഫില്ലർ തന്നെ. അത് പിന്നെ പന്തലിന് നടുവിലുണ്ടാവില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കയറോണ്ട് ഇങ്ങനെ വലിച്ചു കെട്ടിയതാണ്. നടുവിൽ ആൾക്കാർക്ക് സൗകര്യമാണ്, ഓരോ തൂണ് കൊടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. ഇപ്പൊ തൂണില്ലാ പള്ളിയാണെങ്കിലും ഇതിന് സംവിധാനങ്ങളില്ലേ? കണ്ടില്ല നിങ്ങൾ? ഇതായി കൊടുത്തിരിക്കുന്നതൊക്കെ അതതിന് പകരാണ്. ഇതൊന്നും കൊടുക്കാമെന്നുണ്ടാക്കിയെന്ന് അത് കാണാമെന്നല്ലോ. നമുക്കത് ഒരു അത്ഭുതമായിട്ട് കൂട്ടായിരിക്കും. അങ്ങനെ കഴിയോ? ആ നോക്ക, കുറച്ച് കഴിഞ്ഞാൽ പെറുക്കേണ്ടി വരും.
നേർക്ക് നേരെ ഈ കട്ടിയും കനവുള്ള നമ്മളൊരു വീടിന്റെ മോന്തായം പോലെ ഇത്രയും കനത്തില് ഏറ്റവും അധികം കമ്പിയും മെറ്റലും കൊണ്ടുപോയിട്ടത് ഇതിന്റെ ഉള്ളിലാണ്. അത്രയൊന്നും ബാക്കിയുള്ളിടത്തില്ല. ഇത് അത്രയും കണക്കനുസരിച്ച് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്, കിൻഡൽ കണക്കിന്. എന്നിട്ട് അതാണ് യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് ശരിക്കുള്ള ആ ബന്ധം. അതിങ്ങനെ തടുത്തു നിർത്തുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് സംവിധാനിച്ചത് കണ്ടില്ലേ? ഒരു തൂണുമില്ല, ഒരു ചെങ്ങലയുമില്ല. എന്തൊരു ഖുദ്റത്താണ് സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ തെളിവ് മഹാനവറുകൾ പറഞ്ഞു, ഓരോ ആകാശത്തിനും നിശ്ചയിച്ച പ്രത്യേകം അളവുണ്ട്. ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലാകാം, കുറവാകാം, എന്നാലും യോജിപ്പുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഉള്ളിത്തോല് പോലെ ഉള്ളിന്റെ എല്ലാ തോലും ഒരേ അളവില അല്ല, പക്ഷെ എന്നാലും ഒന്ന് ചെത്തി നോക്കിയാൽ നല്ല യോജിപ്പുണ്ട്, പരസ്പരം നല്ല യോജിപ്പും നല്ല ഒരുമയുണ്ട്. വ്യത്യസ്ത അളവും വ്യത്യസ്ത കുറവുണ്ടെങ്കിലും ആ കുറവും അളവൊന്നും നമുക്ക് തിരിയില്ല. നമ്മളെ നോട്ടത്തിലും കാഴ്ചയിലും നമ്മളെ പഠനത്തിലും ഒക്കെ ഒരേ യോജിപ്പിലാണ്. മൂന്നാമതായി മഹാനവറുകൾ പറഞ്ഞു, ഓരോന്നിനും അല്ലാഹു തആല നിശ്ചയിച്ച വേഗത കുറവും നിശ്ചയിച്ച ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ചലനമുണ്ടല്ലോ ആകാശത്തിന്. ആ ചലനം ഉണ്ടായിട്ടും ഒന്നിന്റെ മേലെ വീണ് എന്തെങ്കിലും അപകടങ്ങൾ വരുത്തുക ഒന്നുമില്ല. അല്ലാഹു പടുത്തുയർത്തത് കണ്ടില്ലേ? ഇതാണ് ഖലഖ സബഅ സമാവാതിൻ തിബാഖ. ഈ യോജിപ്പ് ചെറുതല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. റഹ്മാനായ റബ്ബ് അവന്റെ സൃഷ്ടിപ്പിൽ നീ ഒരു പോരായ്മയും കണ്ടെത്താൻ നിനക്ക് കഴിയൂല. എന്തെങ്കിലും ഒന്ന് പറയാൻ, ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ ഇങ്ങനെ ഒരു കുറവുണ്ട് ഉസ്താദ്, എന്ത് കുറവാ പറയാൻ പറ്റും? എന്ത് കുറവാ പറയാൻ പറ്റിയത്? ഒന്നും പറയാനില്ല, ആർക്കും കഴിയൂല. പരസ്പരം യോജിപ്പുണ്ട്. മിൻ തഫാവുത്തിൻ, ഒരു വ്യത്യാസവും ഇല്ല. വെറുതെ അല്ലാഹു തആല പടച്ചിട്ടില്ല. എല്ലാറ്റിന്റെ പിന്നിലും ഒരുപാട് പാഠ്യങ്ങളും പഠനങ്ങളും അല്ലാഹു വെച്ചിട്ടുണ്ട്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. അത് മാത്രല്ല, റഹ്മാനായ റബ്ബ് ഇവിടെ പടച്ചു വെച്ച എന്തെല്ലാം പടപ്പുകളുണ്ടോ അതിലൊന്നിലും ഏതെങ്കിലും ഒന്നിൽ ഇന്നൊരു കുറവുണ്ട്, ഇന്നൊരു പ്രശ്നമുണ്ട്, ഇന്നൊരു വിഷയമുണ്ട് എന്ന് പറയാനില്ല. അപ്പൊ ചിലർ ചോദിക്കും, ഉസ്താദെ കണ്ണില്ലാത്ത ആൾക്കാർ സൃഷ്ടിച്ചിട്ടില്ലേന്ന്. കാഴ്ചയുള്ളവരെക്കാളും ബുദ്ധിയും വിവേകവും ഓർമ്മശക്തിയും അല്ലാഹു തആല അവർക്ക് വേറെ കൊടുത്തിട്ടുണ്ട്. കുറെ കഴിഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച പോയാലും ജന്മനാ കാഴ്ചയില്ലാത്ത അവർ രണ്ടാളും നോക്കൊണ്ട്. ജന്മനാ കാഴ്ചയില്ലാത്ത ആള് ഒരു ബസ് പോലും മാറിപ്പോവില്ല. അയാളാ ബസ്സിലേ അയാൾ കയറുള്ളൂ, വേറെ ബസ്സിൽ മാറിക്കും. കണ്ണുള്ള നമ്മൾ മാറിയിട്ട് ബസ്സൊക്കെ മാറിയിട്ട് എത്ര ദൂരത്ത് നിന്ന് ഇറങ്ങി തിരിച്ചു വിടല്. ആൾ കയറിയത്തൊന്ന് ഇറങ്ങി അങ്ങോട്ടാന്ന് കരുതി. അപ്പൊ ആൾക്കാർ നിങ്ങൾ എടുക്ക, ഞാൻ കോഴിക്കോടോ? ഇത് പെരിന്തൽമണ്ണക്കുള്ള ബസ്സാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കിലോമീറ്റർ ഓടി? 30 കിലോമീറ്റർ ഓടി, ഇനി തിരിച്ചു ഓടണം. ഇത് കണ്ണുള്ള നമുക്ക് പറ്റിയ അബദ്ധമാണെങ്കിൽ അവർക്ക് ഒരു അബദ്ധം ഇങ്ങനെ സംഭവിക്കൂല. അവർക്ക് അല്ലാഹു തആല കൊടുത്ത ബസീറത്ത്, ഉൾക്കാഴ്ച ഒന്ന് വേറെയാണ്. ആ ഉൾക്കാഴ്ച മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മതിയായിരുന്നു. അത്രയും നല്ല പരിചയമാണ്. ഒരു നോട്ടും അവർ കണ്ടിട്ടില്ല. തപ്പിയിട്ട് എന്ത് പറയും? എന്നാ വല്ല അടയാളങ്ങളുണ്ടോ? 20 രൂപന്റെ നോട്ട് ഇപ്പൊ 2000 കൊടുത്താലും ഇത് 20, ഇത് 2000. എന്താണ് തുടങ്ങി? എന്ത് നോക്കിയിട്ടാ പറയണത്? എത്ര കാലം മുമ്പ് പരിചയപ്പെട്ട ആളാണെങ്കിലും സലാം പറഞ്ഞ് 2 കലിമത്ത് സംസാരിക്കുമ്പോൾ ഇന്ന ആളല്ലേ, ഇന്ന ആളാണ്. ഇത് നോക്കിയിട്ടുണ്ടോ തിരിണ്? നമ്മളെ 10 കൊല്ലം മുമ്പ് കണ്ട അസ്സലാമു അലൈക്കും ഉസ്താദെ അറിയോ? അറിയില്ല. അല്ല നിങ്ങൾക്ക് എന്നെ മറന്നോ? ആ മറന്നു. ഇത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ നിങ്ങൾ ഒരുമിച്ചല്ലേ 10 കൊല്ലം ജോലി ചെയ്ത്? ആ നിങ്ങളാണ് അല്ലേ? ഇത് നോക്കിയിട്ടാ നമ്മൾ പറയണത്. മറ്റേ ആള് നോക്കാതെയാണ് കൈപിടിച്ച് ശബ്ദം കേട്ടിട്ട് ഇന്ന ആളല്ലേ എന്ന് പറയണത്. കണ്ണുള്ള നമ്മളും കണ്ണില്ലാത്ത അവരും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ എത്ര മാറ്റമുണ്ട്. അങ്ങനെ വ്യത്യസ്ത കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹിന്റെ ഒരു പടപ്പുകളിലും പോരായ്മ കാണാൻ, വീഴ്ച കാണാൻ നമുക്ക് കഴിയില്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. റബ്ബിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഒരു പോരായ്മയും വീഴ്ചയുമില്ല. എല്ലാറ്റിനും അല്ലാഹു സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. ഓരോന്നും അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. അതങ്ങനെ അറിയാനും പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. صدق الله العظيم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين.